ബഡ്സ് സ്കൂളിന് സ്വന്തം കെട്ടിടമെന്ന തലക്കാട് പഞ്ചായത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 98 ലക്ഷം രൂപ ഉപയോഗിച്ച് തലക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിസരത്തെ ഭൂമിയിൽ പുതിയ കെട്ടിടം ഉയരും. വർഷങ്ങളായുള്ള സ്വപ്നം പൂവണിയാനിനി മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. $20 സെന്റ് ഭൂമിയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശിലാസ്ഥാപനം നിർവഹിച്ച് ബ്ലോക്ക് ഡിവിഷൻ അംഗം കൂടിയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറഞ്ഞു. മറ്റൊരു പഞ്ചായത്തുകാരനായ തന്നെ വിജയിപ്പിച്ച ഡിവിഷനിലെ ജനങ്ങൾക്ക് പദ്ധതി സമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്യാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യമായി. സാധാരണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചു പോയി കഴിഞ്ഞാൽ വളരെ പരിമിതമായ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മത്സരിച്ച് ജയിച്ചു പോവുക, പിന്നെ അവര് വിസ്മൃതിയിൽ ആണ്ടുപോവുക എന്നതാണ് സാധാരണഗതിയിലുള്ള. എന്നാൽ വേറൊരു പഞ്ചായത്തുകാരനായ എന്നെ ജയിപ്പിച്ച ഈ നാട്ടുകാരോടുള്ള കടപ്പാട് എങ്ങനെ തീർക്കണം എന്നത് ആലോചിച്ചപ്പോ അത് വികസന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് നമ്മുടെ നാട്ടിൽ വളരെ പ്രയാസമേറിയ പല കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ പ്രേരിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനമാണ് മോമലേക്കാരുടെ സഹായത്തോടുകൂടി തന്നെ. ഏറ്റവും പ്രധാനം, ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു മഴക്കാലാണല്ലോ ആ സമയത്ത്, കുറച്ച് മഴയൊക്കെയുള്ള സമയം. അപ്പൊ ഏറ്റവും കൂടുതൽ ദുരിതം കണ്ട ഒരു സ്ഥലമാണ് കളപ്പാട്ടിച്ചിറ. ആ കളപ്പാട്ടിച്ചിറയിലെ സാധാരണക്കാരായ മനുഷ്യന്റെ പ്രയാസങ്ങൾ കണ്ടപ്പോൾ ഏകദേശം 35 ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ ഒരു ഡ്രെയിനേജ് നിർമ്മിച്ച് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടി. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഒരു പ്രയാസമില്ലാതെ, ഫണ്ടിന് യാതൊരു പ്രയാസമില്ലാതെ, കാരണം ഇത് മുഴുവൻ അക്കൗണ്ടിലുള്ള CFC ഫണ്ടാണ്. 98 ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ട് അത് 2 വർഷത്തെ പദ്ധതിയായിട്ടാണ്. കാരണം ഇതിന് പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി വേണം. എങ്ങനെയും തട്ടിക്കൂട്ട് പാടില്ല. നമ്മൾ ഫണ്ടുണ്ട് വെറുതെ ഒരു ചെറിയ ഒരു ബഡ്സ് സ്കൂൾ ഉണ്ടാക്കിയാൽ പോരാ. ഈ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇത് നടക്കണം എന്ന ഞങ്ങളുടെ AXC ആയാലും ഇതിനു മുമ്പുള്ള AXC ആയാലും ഇപ്പോഴുള്ള AE ആണ്, അവരുടെയൊക്കെ നിർബന്ധ ബുദ്ധിയാണ്. പ്രസിഡന്റ്, നമ്മൾ ഏതായാലും ചെയ്യണം, നമ്മൾ ഇത്രയും പൈസ ചെലവാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു അല്പം വൈകിയാലും എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളോടുകൂടി ഇത് പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചെറിയ നേരവൈകൽ ഉണ്ടായെങ്കിലും ഒരു സംശയമില്ല, AXC നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് 6 മാസക്കാലം കൊണ്ട് ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്നുള്ള വാർത്ത AXC നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 1.5 പതിറ്റാണ്ടായുള്ള പഞ്ചായത്തിന്റെ സ്വപ്നമാണ് പൂവണിയുന്നതെന്ന് അധ്യക്ഷത വഹിച്ച തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ പറഞ്ഞു. ഏതൊരു ഗ്രാമസഭയിലും എനിക്കിതുകൂടെ നിന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഗ്രാമസഭയിലും ഞങ്ങൾ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാവുക ബഡ് സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ. കാരണം നമുക്കൊന്നും ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല. അന്നൊരു സ്ഥലം വലിയൊരു വിഷയമായിരുന്നു. എപ്പോഴും എവിടെ പോയിട്ട് സ്ഥലം ചോദിക്കുമ്പോഴും അവിടെ കുട്ടികൾക്കുള്ള നിൽക്കാനുള്ള സ്ഥലം, അതുപോലെ കുറച്ച് വലിയൊരു കെട്ടിടം വേണമെന്നുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്റർ അടക്കം വേണമെന്നുള്ള നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു തറക്കല്ലിടാനും ആ ആഗ്രഹം പൂർത്തീകരിക്കാനും പറ്റിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരുടെ കാണുമ്പോഴും എനിക്കത് മനസ്സിലാവും, അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം മനസ്സിലാവും. കാരണം ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതെ ഇരിക്കുന്നതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടുപോകുമ്പോൾ അവർ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതിനുശേഷം ഇപ്പൊ സുരേഷ് ചേട്ടനൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ വില വാടകയ്ക്കും തുടങ്ങിയാലോ എന്ന് വരെ ആലോചിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും എവിടെയെങ്കിലും നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെക്കാളൊക്കെ ഏറെ ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ, പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബഡ് സ്കൂളിന് കല്ലിടാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണിത്. പിന്നെ അത് മാത്രമല്ല, ഭിന്നശേഷിയായ കുട്ടികൾക്ക് ബത്ത വരെ പല പദ്ധതികളും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു പഞ്ചായത്തും വെക്കാത്ത ബത്ത വരെ. പക്ഷെ അതിനൊക്കെ ഏറ്റവും അതെന്ത് പറയുമ്പോഴും ഇവരെ അമ്മമാര് പറയും, പ്രസിഡന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ബഡ് സ്കൂൾ ഇല്ലല്ലോ എന്നുള്ളത് എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു അവസാനമാണ് നമുക്ക് നല്ല ബ്ലോക്കിന്റെയും കൂടെ ഒരു സംയുക്ത പദ്ധതിയായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ബഡ് സ്കൂൾ കുറേ കാലങ്ങൾ, എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾ നിൽക്കത്തക്ക രീതിയിൽ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി, കുട്ടികൾക്ക് കുറേ കാലം പഠിക്കാനൊക്കെ ആവശ്യമുള്ള
ഇവർ പറഞ്ഞ പോലെ ഒരുപാട് ആവശ്യങ്ങൾ അവർ പറയാറുണ്ട്. അതിനനുസരിച്ചുള്ള നല്ല പ്ലാനും അതുപോലെ ഒരുപാട് എനിക്ക് തോന്നുന്നു അമ്മമാരൊക്കെ വന്നാൽ ഇരിക്കാൻ വരെ സ്ഥലമില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ കുട്ടികൾ. അപ്പൊ ഞാനെപ്പോഴും പറയാം അവരുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കാണ് അവരുടെ ആ കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയുള്ളൂ. അതൊക്കെ നോക്കി ഈ 98 ലക്ഷം രൂപ കൊണ്ട് ബ്ലോക്കിന്റെ പഞ്ചായത്തിന്റെ ഒരു സംയുക്ത പദ്ധതി എന്നുള്ള നിലയിൽ നമുക്കിത് നടത്തിയെടുക്കാം. ഈ ഭരണസമിതി പോരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ഉദ്ഘാടനം ചെയ്യത്തക്ക രീതിയിൽ എത്തട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നിർമ്മാണോദ്ഘാടന ദിവസം തന്നെ ഭൂമി ഒരുക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VV ജുമൈലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T ഇസ്മയിൽ, ഉഷ കാവീട്ടിൽ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം അസ്മാബി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P മുഹമ്മദ് അലി, K ബാബു, സുലൈമാൻ മുസ്ലിയാർ, C ഹനീഫ, AP എഡിറ്റ് K ബാബു, സുലൈമാൻ മുസ്ലിയാർ, C ഹനീഫ, AP രാജു, ശ്രീനിവാസൻ പിമ്പുറത്ത്, MP വേലായുധൻ, നാസർ കുറ്റൂർ, സുരേഷ് പരിവാർ, യൂസുഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജോയിന്റ് വീഡിയോ ജയ്സൽ നന്ദി പറഞ്ഞു. എഡിറ്റർ ലൈവ് തിരൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.